നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബ്ലാക്ക് ഹെയറി ടങ്. എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നാവിൽ എന്താ ഡോക്ടറെ ഒരു കറുപ്പ് നിറന്ന്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാവ് അത്ര സ്മൂത്ത് അല്ല എന്ന്. ചെറിയ പാപ്പിലേഴ്സ് പോലെ ടേസ്റ്റ് ബഡ്സ് നമുക്ക് കാണപ്പെടും. അപ്പൊ ഈ ഒരു സ്പേസിൽ നമ്മൾ കുടിക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണം എല്ലാം ഇങ്ങനെ കുടുങ്ങി നിൽക്കും. അപ്പൊ ഈ കുടുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും വാ കഴുകിയില്ല, അല്ലെങ്കിൽ ശരിക്കും ടങ് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കറുപ്പ് നിറം കാണപ്പെടും. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലാക്ക് ഹെയറി ടങ് പേര് സജസ്റ്റ് ചെയ്യണ പോലെ ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്രൗൺ, അല്ലെങ്കിൽ ചിലപ്പോൾ വെളുത്ത നിറം വരെ കാണാം. നമുക്ക് ഭയങ്കര വായനാറ്റമായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഉള്ളിൽ എന്തോ ഒരു സ്മെല്ലും ഒരുമാതിരി ഛർദ്ദിക്കാനൊക്കെ വരും നമുക്ക്. പിന്നെ ആ പേര് സജസ്റ്റ് ചെയ്യണ പോലെ ഒരുമാതിരി വാ തുറക്കുമ്പോൾ ഒരുമാതിരി ഹെയർസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ തോന്നും, മുടിയൊക്കെ വന്ന് നിൽക്കുന്ന പോലെ തോന്നും ടങ്ങില്. പൊതുവെ ഇത് ഹാർംലെസ് ആണ്, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കറക്റ്റ് റീസൺ അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് ഒരു സ്വന്തമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ടെൻഷനുള്ള ആൾക്കാർക്ക് ഈ ടെൻഷൻ കാരണം തന്നെ വേറെ എന്തെങ്കിലും അസുഖം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണത്. ഈ മൂന്നാമത്തെ റീസൺ, നിങ്ങൾ ടങ് ക്ലീൻ ചെയ്തു നല്ല ഹൈജീൻ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാണപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം. ഇനി എന്തൊക്കെ റീസൺസ് കൊണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഹെയറി ടങ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ റീസൺ, ആന്റിബയോട്ടിക്സ് കഴിക്കുന്നവർ, അതുപോലെ ശരിക്കും വായൊക്കെ ശുചിയായിട്ട് വെക്കുന്നില്ല, ടങ് ഒന്നും ശരിക്കും ക്ലീൻ ചെയ്യുന്നില്ലാത്തവർ, ചില മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ മദ്യപിക്കുന്നവർ, സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക്, ടൊബാക്കോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, കോഫി, ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുന്നവർ, ചില മെഡിസിൻസ് അല്ലെങ്കിൽ ചില രോഗങ്ങളുള്ള ആൾക്കാർക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ വേറെ ഒരു ടോപ്പിക്കായിട്ട് വേറെ ഒരു ദിവസം വരാം. ബൈ.